അശോകന്റെ വിഷുവിനെ കുറിച്ചുള്ള വിശേഷവും വിഷു ആഘോഷിക്കുന്നതും സിനിമയിൽ വരുന്നതിന് മുന്നേ അത് കഴിഞ്ഞിട്ടുള്ള വിഷു. സിനിമയിൽ വരുന്നതിന് മുമ്പായിരുന്നു എൻ്റെ വിഷു. ആ വിഷുവാണ് എനിക്ക് എപ്പോഴും ഓർമ്മ. കാരണം ഈ വിഷു ഓണം എന്നൊക്കെ പറയുന്ന ദിവസങ്ങളിലാണ് ഞങ്ങൾ നല്ല ആഡംബരമായിട്ട് ഭക്ഷണം കഴിക്കുന്നത്. കാരണം അല്ലെങ്കിൽ ആ സമയത്തൊക്കെ വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അച്ഛനും അമ്മയും പിന്നെ ഞങ്ങളൊരു സന്തുഷ്ട കുടുംബമാണ്. അച്ഛനും അമ്മയും 9 മക്കളും. എൻ്റെ 9 മക്കളും അവർ സന്തുഷ്ടരായിരുന്നോണ്ടാണല്ലോ 9 മക്കള്. അങ്ങനെയുള്ളൊരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചതും. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ നമ്മുടെ പരിസരത്തൊക്കെ ഉള്ള നമ്മളതായിട്ടുള്ള ഹിന്ദുക്കളൊക്കെ ഇങ്ങനെ വിഷുവിൻ്റെ സമയത്ത് മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി വരുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കും. നമ്മുടെ വീട്ടിലേക്ക് ഒന്നുമില്ല, കാരണം എവിടെ നിന്നെങ്കിലൊക്കെ കടം വാങ്ങിച്ചിട്ട് വേണം വീട്ടിലേക്ക് ഇറങ്ങൊരുക്കാനായിട്ട്. വൈകുന്നേരം വരെ ഞങ്ങളിങ്ങനെ നിൽക്കും. കുറേ കഴിയുമ്പോൾ ഒരു സന്ധ്യ ആകുന്നിടത്ത് എവിടെ നിന്നെങ്കിലും കുറച്ച് പൈസ ഒക്കെ സംഘടിപ്പിച്ച് അച്ഛനും അമ്മയും ഒക്കെ വരും. അങ്ങനെ നമ്മൾ പോകും, മാർക്കറ്റിൽ പോകും. അച്ഛൻ അവരിങ്ങനെ ഈ പഴക്കൊലയും ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്കൊരു സങ്കടമാണ്, മറ്റുള്ളവർ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ പിന്നെ സന്ധ്യ ആകുമ്പോൾ ഒരു ചെറിയ പഴക്കൊലയിട്ട് എൻ്റെ അച്ഛനും അങ്ങനെയൊക്കെയുള്ളൊരു ഓർമ്മയുണ്ടെന്നു. അപ്പോൾ അന്ന് കുറച്ച് ഇറച്ചിയും ഇതൊക്കെ വാങ്ങിച്ചിട്ട് ലാവിഷായിട്ട് നമുക്ക്, അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പട്ടിണി തന്നെയാണ് കൂടുതലും. അപ്പോൾ ആ ഒരു വിഷുവിൻ്റെ സമയത്ത് ഓണത്തിൻ്റെ സമയത്ത് ഉണ്ടാവുന്ന ആ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റൊന്നും നമുക്കിപ്പോഴും ഒരിക്കലും കിട്ടുന്നില്ല. അതിനിപ്പോൾ എന്താണെന്ന് അറിയാൻ പാടില്ല, ഡെയിലി ചിലപ്പോൾ വിഷു ആയതുകൊണ്ടായിരിക്കും. അങ്ങനെ തന്നെ എൻ്റെ ജീവിതത്തിൽ വരട്ടെ.